ആ തങ്ങോ ചായയോ? എനിക്ക് ചായ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇന്ന് കാപ്പി കുടിക്കാൻ രണ്ടുപേരുണ്ട്, നടരാജനും നമ്മുടെ രാധയും. അതെ, രാധയ്ക്ക് നമ്മുടെ വീട് കാണുന്നത് ഒരേ നിർബന്ധം. അങ്ങനെ ഞാൻ പറഞ്ഞാൽ പോരാൻ പറഞ്ഞു. അപ്പം എന്തെങ്കിലും കാപ്പി കൊടുക്കണ്ടേ? അത് നമ്മുടെ മര്യാദയല്ലേ. പെട്ടെന്ന് റെഡിയാക്ക്. രാധയ്ക്ക് കാപ്പി കുടിക്കണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകും. എനിക്കതല്ല പണി. അല്ലാ നീ അങ്ങനെ സംസാരിക്കണേ? പാർട്ടിക്കാരും ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പാർട്ടിയൊക്കെ അങ്ങ് പാർട്ടി ഓഫീസിൽ. അതെ, രാധ ഇപ്പം വരുന്നത് പാർട്ടിയുടെ ആളായിട്ടല്ല, എൻ്റെ ഒരു സുഹൃത്ത്. ആ നിലയിൽ ഇപ്പം നമ്മുടെ വീട് സന്ദർശിക്കാൻ വരുന്നു. അപ്പോൾ എനിക്കിഷ്ടമല്ല. നിങ്ങൾ ആരെങ്കിലും വിളിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ചായ ഇട്ട് കൊടുക്കലാണ് എൻ്റെ പണി. അല്ല, ഈ അടുക്കളയെ എന്നും നീയാണല്ലോ കൈകാര്യം ചെയ്യണത്. എവിടെ അല്ലാതെ ആരെല്ലാം വരുമ്പോ ഒക്കെ നീ എല്ലാം സൽക്കരിക്കണാണല്ലോ. എനിക്കും കൂടി തോന്നുന്ന ആൾക്കാർ വന്നാൽ ഞാൻ ചെയ്തു കൊടുക്കും. അല്ല, രാധ ഇപ്പൊ ഇവിടെ പറഞ്ഞോണ്ട് നിനക്ക് എന്താണ് പ്രശ്നം? എനിക്ക് ഇഷ്ടമല്ലെന്നേ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരു പുതിയ രാധ വന്നിക്കണു. ഇപ്പൊ രാധ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂല്ലോ. പിന്നെ രാധയ്ക്ക് രാധ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, പിന്നെ വേറെ വല്ലതും പറയാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ തമ്മില് നല്ല സൗഹൃദത്തിലാണ്. അപ്പോൾ വീട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വീട് കാണുമെന്ന് വരാനും പറഞ്ഞു. അതിപ്പോ എന്താ തെറ്റ്? നീ ഇത്ര കരയണേ? കരയാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം, അത് നമ്മുടെ മര്യാദ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കൊടുത്തോ? തങ്ക, നീ തമാശ കളിക്കരുത്. എന്തെങ്കിലും ഒരു ചായ എങ്കിലും അത് റെഡിയാക്കി, ബാക്കി പിന്നെ ചെയ്താൽ മതി. എന്ത് എന്ത് ഇന്ന് മാറ്റം? അവര് പുറപ്പെട്ടിട്ടുണ്ട് അവിടുന്ന്. എന്നോട് ചോദിച്ചിട്ടല്ലോ പുറപ്പെട്ടത്. തങ്ക, എന്റെ ക്ഷമയെ അതാ 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 വന്നു, വണ്ടി വന്നു. ആ കേറുക കേറുക കേറുക. തങ്കം, നരായണ രാധ എത്തി കേട്ടോ. അയ്യോ രാധ, നമ്മളെ വീടൊന്നും കണ്ടു നോക്കണ്ട. ചെറിയ വീടാ, പാവങ്ങളാ. രാഷ്ട്രീയത്തിൽ നമ്മൾ കൈയിട്ടൊന്നും വരാത്തത് കൊണ്ട് ഇങ്ങനെ ഈ ചെറിയ വീട്ടിൽ അങ്ങനെ കഴിഞ്ഞു പോണു. കേറി കേറി നിറയെ കേറ രാധ, കേറും കേട്ടു വാ, കേറി വാ. തങ്കം തങ്കം തങ്കം, ചാര വന്നേ നോക്കേ. ചായട്ടൊന്നിരിക്ക. തങ്കം വാ വാ. രാധയും നരായനും വന്നേ. കേറി വാ രാധേ, കേറി വാ വാ വാ. നോക്കണ്ട, ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ പുതിയ നേതാവ്, രാധ എന്ന രാധാകൃഷ്ണൻ. ഭാര്യ കഴുത്തില. നമസ്കാരം. ഇരിക്ക്, ഞാൻ ചായ എടുക്കാവേ. ഇരിക്ക് ഇരിക്കാതെ. എൻ്റെ രാധയെ കണ്ടോ? കണ്ടോ? എങ്ങനെയുണ്ട്? രാധ നല്ല സുന്ദരിയല്ലേ? ഇഷ്ടപ്പെട്ടാ? അതെ, വാ തുറന്ന 24 മണിക്കൂറും അമ്പിളിക്കുട്ടൻ 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 എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവും. അതുകൊണ്ട് മനഃപൂർവ്വം 2 ദിവസം ഞാൻ രാധ 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 എന്ന് പറയുന്നത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തു തന്നെടി. മനസ്സെന്ന് പറയണതേ എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ചിലത് കേൾക്കുമ്പോൾ എല്ലാ മനസ്സിനും വിഷമം ഉണ്ടാവും. നീ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് വിഷമം ഉണ്ടായി, ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ നിൻ്റെ മനസ്സിനും വിഷമം ഉണ്ടായി. നീ വിഷമിക്കണ്ട, എൻ്റെ രാധയ്ക്ക് ഒരു നല്ല ചായ എടുക്ക്.